ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വെഡ്ഡിങ് സീരീസിൻ്റെ 3rd പാർട്ടാണ്. കല്യാണ തലേന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ ഇന്ന്. ഇപ്പോൾ വെഡ്ഡിങ്ങിന് എന്തൊക്കെ ഫങ്ഷൻസ് ആണല്ലേ. ഗുലാബി നൈറ്റ്, സംഗീത്, പിന്നെ ഡോലക് നൈറ്റോ, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഫങ്ഷൻസ് ആണല്ലേ ഇപ്പോൾ വെഡ്ഡിങ്ങിന്. അച്ചുവിൻ്റെ കല്യാണ തലേന്ന് തന്നെയായിരുന്നു സംഗീത് ഫങ്ഷനും. അച്ചു സംഗീതിന് തന്ന ഡ്രസ് കോഡ് നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സ് പർച്ചേസിനകത്ത് ചേട്ടന് കുർത്തയൊക്കെ എടുക്കുന്ന നമ്മൾ കണ്ടില്ലേ, അതിലൊരു കുർത്തയാണ് ചേട്ടൻ എടുത്തിരിക്കുന്നത്. അച്ചു പറഞ്ഞ ഡ്രസ് കോഡെല്ലാം വാക്ക് പാലിച്ചത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പെഷ്യലി ചേട്ടൻ്റെ കാര്യം എടുത്ത് പറയണം. ചേട്ടൻ അങ്ങനെ കുർത്തയൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്. ഞാൻ നിർബന്ധിച്ച് കുർത്ത എടുപ്പിച്ച, മിക്കവാറും എല്ലാവരും കുർത്തയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ചേട്ടൻ കുർത്ത എടുത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാണ് ആളെ കൊണ്ട് കുർത്ത എടുപ്പിച്ചത്. സാറ്റർഡേ ആയിരുന്നു സംഗീതം. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ചധികം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യത്തെ 3 ഫംഗ്ഷന് നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതൊരു വിഷമമുണ്ട്. ബാക്കി ഫംഗ്ഷൻസിൻ്റെ എല്ലാം അത്യാവശ്യ ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളൊരു ട്രാൻസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ എല്ലാ ഫംഗ്ഷൻസും വെച്ചിട്ട്. ആ റീലിൽ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അച്ഛനോട് നമ്മൾ ചോദിക്കായിരുന്നു നാളെ വെഡ്ഡിങ് ഒക്കെ അല്ലേ, ടെൻഷൻ ഉണ്ടോയെന്ന്. അപ്പോൾ അച്ചു പറഞ്ഞു കുറച്ച് ടെൻഷൻ ഉണ്ട്, പിന്നെ കുറേ നാളായിട്ട് കാത്തിരുന്ന ഡേ അല്ലേ, ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെയാണ് അച്ചു പറയുന്നത്. ഇടയ്ക്ക് പാട്ടുള്ളതുകൊണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, അതാട്ടോ ഞാൻ എടുത്ത് പറഞ്ഞത്. അതിനുശേഷം എന്താ നമ്മുടെ കുട്ടി പട്ടാളംസിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടാലേ അറിയാലോ, ഒരു ഇത് പഠിച്ചിട്ടൊന്നും കളിക്കുകയല്ല, ജസ്റ്റ് ഒരു സോങ് ഇട്ടിട്ട് 3 പേരും 3 രീതിയിൽ കളിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. കാരണം പുള്ളിക്കാരിക്ക് പാട്ട് കേൾക്കുമ്പോഴേ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാനുള്ളൊരു ഇതിലിങ്ങനെ നല്ല വൈബിൽ നിൽക്കുമായിരുന്നു. എല്ലാ പാട്ടിനും പുള്ളിക്കാരി ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങിയാണ് വന്നത്. പക്ഷേ കൂടെ കളിക്കാൻ ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് ഓടി പുള്ളിക്കാരുടെ മേക്കപ്പൊക്കെ എന്തായാലും പോയിട്ടുണ്ട്. അച്ചു നമ്മളോട് ഒരു കപ്പിൾ ഡാൻസ് ഒക്കെ കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയതേ ഇല്ല. ഇടയ്ക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് ആ ഡാൻസ് പഠിക്കാൻ പറ്റിയില്ല. മറ്റേ ഡാൻസ് തന്നെ നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുത്തതാണല്ലോ. പിന്നെ ഞാൻ വേറെ ചെയ്തേക്കുന്നത് നമ്മുടെ ലോക്കാർട്ടിൻ്റെ തന്നെ അത്യാവശ്യം വർക്കൊക്കെ ഉള്ളൊരു കഫ്താനാണ്. ഞാൻ ഒരുപാട് ഡ്രസ്സ് സംഗീതത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചായിരുന്നു, പക്ഷേ ലാസ്റ്റ് മിനിറ്റ് എനിക്ക് അതൊന്നും സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ കഫ്താൻ ആക്ച്വലി ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനൊന്നും നല്ലൊരു ഫോട്ടോ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ വെയർ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് വെക്കണം. ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ചേർക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രൈഡിൻ്റെ കൂടെ നിന്ന് പോലും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ നമുക്ക് ദക്ഷിണ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദക്ഷിണയുടെ ഒരു ഫോട്ടോ കാണും ഞങ്ങളുടെ രണ്ടുപേരുടെയും. അല്ലാണ്ട് ഫോട്ടോസൊന്നും നമ്മൾ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല അന്ന്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ ഡാൻസിന് ശേഷം അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പരാഗ് ഫാഷനിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് പുള്ളിക്കാരി തന്നെത്താനെ ചെയ്തതാണ് എല്ലാ ഫംഗ്ഷനും. വെഡ്ഡിങ്ങും റിസപ്ഷനും ഒഴിച്ച് ബാക്കി എല്ലാ മേക്കപ്പും പുള്ളിക്കാരി തന്നെ ചെയ്ത കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരി മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഫംഗ്ഷനും അച്ഛൻ്റെ ഡാൻസും ഉണ്ട്. അച്ഛൻ എല്ലാം ഓർത്ത് വെച്ച് കളിക്കുന്നുണ്ടല്ലോ. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഫുൾ തെറ്റിച്ചേനെ. ആകെപ്പാട് ഒരു ഡാൻസ് തന്നെ മര്യാദയ്ക്ക് എനിക്ക് പഠിച്ച് കളിക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛനെ നമ്മൾ സമ്മതിച്ചേ പറ്റൂ അല്ലേ ഗൈസ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വെഡ്ഡിങ്ങിനും ഡാൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇതൊക്കെ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. എൻ്റെ ഒന്നും വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ അത്രയ്ക്ക് വലിയ ട്രെൻഡായിരുന്നില്ല. ഈ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഇപ്പോഴത്തെ പോലെ അത്ര കോമൺ ആയിരുന്നില്ല ആ സമയത്ത്. അന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കാലമൊന്നും ആയില്ല കല്യാണം കഴിച്ചിട്ട്. എന്നാലും എല്ലാ ഫങ്ഷൻസിനും ഇപ്പോൾ ഡാൻസ് ഒക്കെ ഉണ്ട് അല്ലേ. വെഡ്ഡിങ് മാത്രമല്ല, വളകാപ്പാണെങ്കിലും എല്ലാത്തിനും ഡാൻസ് ഉണ്ട്. കൂടുതലും അതിപ്പോൾ ട്രെൻഡിങ് ആക്കി കൊണ്ടുവന്നത് നമ്മുടെ കുറേ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ്. അവരോരോ സാധനങ്ങൾ കാണിച്ചു തരും, ബാക്കിയുള്ളവർ അത് ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു രസമാണല്ലേ. വെഡ്ഡിങ് ഒക്കെ നമുക്ക് മാക്സിമം അടിച്ച് പൊളിക്കാൻ പറ്റുമോ അത്രയേ അടിച്ച് പൊളിച്ചിട്ട് അത് നമ്മുടെ ഒരു ഡ്രീം ഡേ അല്ലേ. അപ്പം മാക്സിമം നമ്മൾ അടിച്ച് പൊളിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. നിങ്ങളോ ഗൈസ്? കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ സോങ്സ് മ്യൂട്ട് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഡാൻസൊക്കെ നമുക്കൊരു വൈബ് കിട്ടണമെങ്കിൽ സോങ്സ് ഇടണം, പക്ഷേ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ മ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ ഗാനമേളയുടെ വോയിസ് എല്ലാം ഞാൻ റോ വോയിസ് തന്നെ കേട്ടോ കൊടുക്കുന്നത്.
കഴിഞ്ഞ് ചിറ്റപ്പൻ്റെ ഒരു അടിപൊളി പാട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ബ്രൈഡിൻ്റെ അച്ഛൻ്റെ പാട്ട്. ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്സ് ആക്കി ഇടുന്നതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഗാനമേള ഉണ്ടായിരുന്നു, അതൊക്കെ കേട്ടിട്ട് വായോ. ചിരിക്കണ നേരത്ത് കടുത്തു കൊണ്ടവരാണ് അവനൊരിക്കലും ചൊന്ന കാര്യം എന്താണ്? വെയിൽ കൊള്ളണ നേരവും മഴ തരുന്നവരാണ് മാറ്ററിഞ്ഞൊരു മൈനൊക്കെ തിരികൊന്ന് ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ് വളകിലിക്കണ കുഞ്ഞോളെ പൊഴിക്കണ മുത്താളെ വഴിയരികിൽ കൂത്തു നിൽക്കണ പൊന്നാരെ ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവരാണ് അവനൊരിക്കലും ചൊന്ന കാര്യമെന്താണ്? അഴകിലൊരായ ഭാവം അതിലാരും അലിയുന്നോരിന്ദ്രജാലം അഴകിലൊരാമുഖമായ ഭാവം അതിലാരും അലിയുന്നോരിന്ദ്രജാലം പാലത്തച്ചേലത്തറവാടയണിന് തുണിവിനും കൂട്ടിനു. എന്തായാലും ഗാനമേളൊക്കെ അടിപൊളിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു വെഡ്ഡിങ് വരുന്നത്, അതും ഇത്രയധികം ഫംഗ്ഷനുള്ള ഒരു വെഡ്ഡിങ് വരുന്നത്. ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് പോകാൻ പറ്റിയില്ല. ഞാൻ അന്നാണ് ആക്ച്വലി ഒരു വെഡ്ഡിങ് വ്ളോഗൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് എനിക്ക് വേറൊരു എമർജൻസി കാരണം എനിക്ക് ആ വെഡ്ഡിങ്ങിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അതെന്തായാലും നമ്മുടെ അച്ചുവിൻ്റെ കല്യാണത്തോടെ ആ വെടവ് ഞാനങ്ങ് നികത്തിയിട്ടുണ്ട്. ഒരു വെഡ്ഡിങ് സീരീസ് തന്നെ ഇറക്കാൻ പറ്റിയില്ലേ? എന്നോട് ലൈവിലൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വെഡ്ഡിങ് വീഡിയോസൊക്കെ എന്താ അപ്ലോഡ് ചെയ്യാത്തത്. ഉണ്ട് എന്ന് പറയുന്നത് അല്ലാത്ത വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്ത് കാണുന്നില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ എല്ലാ വീഡിയോസും എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ച് തിരക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ചൊന്ന് വൈകിപ്പോയത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും അച്ചുവിൻ്റെ സംഗീതമൊക്കെ അടിച്ചു പൊളിച്ചു. നല്ലൊരു ദിവസമായിരുന്നു. ഇനി എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് അച്ചുവിൻ്റെ വെഡ്ഡിങ് ഡേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെഡ്ഡിങ് വ്ളോഗും വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. മാത്രമല്ല വീഡിയോ ഫുൾ ലെങ്ത്തിൽ കാണാനും കൂടി നോക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. Sorry,
വന്നല്ല feeling, വന്നല്ല feeling, വന്ന് വന്ന് തങ്ങും